ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖായിരിക്കുന്നല്ലോ അല്ലേ? ഞാനൊക്കെ ഇവിടെ സുഖായിരിക്കുന്നു. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് ഇവിടെ വന്നിട്ടുള്ളവർ ആരെങ്കിലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ബോട്ടിൽ ആർട്ട് തന്നെയാണ് കേട്ടോ. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ബോട്ടിൽ ആർട്ടാണ്. വളരെ ഈസി ആയിട്ട് കുട്ടികൾക്ക് വരെ ചെയ്യാൻ പറ്റുന്ന അത്ര ഈസി ആയിട്ടുള്ളൊരു ബോട്ടിൽ ആർട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഗ്ലാസിൻ്റെ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് വൈറ്റ് കളറ് ആക്രിലിക് പെയിൻ്റ് ആണ്. ഇനിയിപ്പോൾ നമുക്ക് ഈ പെയിൻ്റ് ഒന്ന് ബോട്ടിലേക്ക് അടിച്ചു കൊടുക്കാനായിട്ട് ഞാനിവിടെ സ്പോഞ്ചാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സ്പോഞ്ച് വെച്ചിട്ട് ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്പോഞ്ചിന് പകരം ബ്രഷ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ നമ്മളിത് ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ടും ഇങ്ങനെ വൈറ്റ് കളർ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നില്ല കേട്ടോ. ആ ഒരു ബോട്ടിലിൻ്റെ പകുതി ഭാഗത്ത് നിന്ന് ഇങ്ങനെ താഴോട്ടായിട്ടാണ് നമ്മൾ വൈറ്റ് കളർ അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഒരു ഏകദേശം ആ ഒരു നല്ലൊരു റൗണ്ടായിട്ട് നീറ്റായിട്ട് വരുന്ന രീതിയിലൊന്നിങ്ങനെ നമ്മൾ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു കോട്ട് അടിച്ച് നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം ഞാൻ സെക്കൻഡ് കോട്ടും കൂടി അടിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ നമ്മൾ ആ ബോട്ടിൽ ഇപ്പോൾ 2 കോട്ട് വൈറ്റ് കളർ പെയിൻറ്റൊക്കെ ചെയ്ത് നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ആ ഒരു ബോട്ടിലിൻ്റെ മേലെ ഭാഗത്ത് പെയിൻറ്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ ആദ്യം കുറച്ച് വൈറ്റ് കളർ പെയിൻറ്റ് തന്നെയാണ് എടുക്കുന്നത്. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് മജന്ത കളർ ആഡ് ചെയ്തു കേട്ടോ, ഒരു നല്ലൊരു ലൈറ്റ് പിങ്ക് ആയിട്ട് കിട്ടാനായിട്ട്. പക്ഷേ അത് നല്ലൊരു ഭംഗിയുള്ള കളറല്ലേ വന്നത്. അങ്ങനെ പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് ക്രിംസൺ റെഡാണ് ആഡ് ചെയ്തത്. അപ്പോൾ അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നല്ലൊരു പിങ്ക് കളറാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ കയ്യിൽ ഇതുപോലെ ലൈറ്റ് പിങ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ വൈറ്റിലേക്ക് കുറച്ച് മാത്രം ക്രിംസൺ റെഡ് യൂസ് ചെയ്താൽ മതി. അപ്പോൾ നല്ലൊരു പിങ്ക് ആയിട്ട് കിട്ടും. എന്നിട്ട് നമ്മൾ ആ ഒരു കളർ വെച്ചിട്ട് ബോട്ടിലിൻ്റെ ആ ഒരു മേലെ ഭാഗത്തൊന്ന് ഡാബ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ പെയിൻറ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ആ ഒരു വൈറ്റിലേക്ക് ആവാതെ നല്ല നീറ്റായിട്ട് തന്നെ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മളിങ്ങനെ സ്പോഞ്ച് വെച്ചിട്ട് ആ ഒരു ടിപ്പിലിങ്ങനെ ആ ഒരു ബോർഡർ ഉണ്ടല്ലോ വൈറ്റിൻ്റെ, അപ്പോൾ അവിടെ വെച്ചിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഡാബ് ചെയ്ത് കൊടുത്താൽ നല്ല നീറ്റായിട്ട് തന്നെ കിട്ടും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ബോട്ടിലിൻ്റെ മേലെ ഭാഗത്തും വൈറ്റ് കളർ തന്നെ ബേസ് കോട്ട് അടിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആയതിന് ശേഷം ആ ഒരു പിങ്ക് വെച്ചിട്ട് ഇങ്ങനെ സെക്കൻഡ് കോട്ട് അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ പക്ഷേ അങ്ങനെയല്ല ചെയ്യുന്നത്. ആ പിങ്ക് തന്നെ വെച്ചിട്ട് ഫസ്റ്റ് കോട്ട് അടിച്ച് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുത്തതിന് ശേഷം അവിടെ തന്നെ സെക്കൻഡ് കോട്ടും കൂടെ ഒന്ന് അടിച്ചു കൊടുക്കുകയാണ് ആ ഒരു പിങ്ക് കളർ തന്നെ വെച്ചിട്ട്. അപ്പോൾ കുറച്ചുകൂടെ നല്ലൊരു പിങ്ക് ആയിട്ട് കിട്ടും. ഞാൻ സെക്കൻഡ് കോട്ട് അടിക്കാനായിട്ട് പെയിൻറ്റ് മിക്സ് ചെയ്തപ്പോൾ കുറച്ചും കൂടെ ഒന്ന് ലൈറ്റ് പിങ്ക് ആയിട്ടുണ്ട്. അപ്പോൾ അതാദ്യം നോക്കിയപ്പോൾ മനസ്സിലായില്ല കേട്ടോ. അപ്പോൾ ഡാബ് ചെയ്ത് നോക്കിയപ്പോഴാണ് കുറച്ചുകൂടെ പിങ്ക് ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ മിക്സ് ചെയ്യുന്ന സമയത്ത് 2 കോട്ടും കൂടി അടിക്കാനായിട്ട് മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല ഒരു കളറിൽ തന്നെ കിട്ടും. പിന്നെ നമ്മൾ പെയിൻറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ചൊക്കെ ഒരു വൈറ്റിലേക്ക് ആയി എന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. ആ ഒരു കറക്റ്റ് ഒരു ബോർഡർ ഒന്നും വേണമെന്നില്ല. നമ്മൾ ഏകദേശം ഒരു 2 പാർട്ടായിട്ട് ഒരു ഇത് കിട്ടിയാൽ മതി. അങ്ങനെ നമ്മളെ ബോട്ടിൽ ഇപ്പോൾ 2 കോട്ട് പെയിൻറ്റൊക്കെ അടിച്ച് നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഇതുപോലുള്ള മാക്രൈം ത്രെഡാണ്. അപ്പോൾ അതായത് നല്ലൊരു കോട്ടൻ്റെ ത്രെഡാണ്. അപ്പോൾ കുറച്ചൊരു കട്ടിയുള്ള ടൈപ്പാണ് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള 3 ത്രെഡൊക്കെ ഇങ്ങനെ പിരിച്ചെടുത്തിട്ടുള്ള ടൈപ്പ് കുറച്ചൊരു കട്ടിയുള്ള ടൈപ്പ് ത്രെഡാണ്. ഈ ഒരു ത്രെഡ് വെച്ചിട്ട് ഞാൻ നേരത്തെ ഒരു ബോട്ടിലാട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, മാക്രൈം ബോട്ടിലാട്ട്. അപ്പോൾ നമ്മൾ ഇൻഡോർ പ്ലാന്റൊക്കെ നമുക്ക് ഇങ്ങനെ ഹാങ് ചെയ്ത് നിൽക്കുന്ന ഒരു രീതിയിൽ ഞാൻ നോട്ടൊക്കെ ഇട്ടിട്ട് ചെയ്തിട്ടുള്ള ഒരു ബോട്ടിലാണ്. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. ഞാൻ കമൻറ്റിലൊന്ന് പിൻ ചെയ്തിടാം. വളരെ ഈസി ആയിട്ട് ഇങ്ങനെ നോട്ടൊക്കെ ഇട്ടിട്ട് ചെയ്യുന്ന ഒരു ബോട്ടിലാട്ടാണ്. പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് ഫെവിക്കോളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫെവിക്കോളിന് പകരം ഫെവി ബോണ്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏതാ കുറച്ചുകൂടി എളുപ്പമെന്ന് വെച്ചാൽ അത് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഫെവിക്കോൾ തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു ബോട്ടിലിൻ്റെ ഒരു പിങ്കും വൈറ്റും ഉള്ള ഒരു ഭാഗമില്ലേ, ആ ഒരു ഭാഗത്ത് കുറച്ച് ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ ഞാൻ ആ ഒരു വൈറ്റും പിങ്കും ആയിട്ടുള്ള ഒരു ബോർഡറുള്ള ആ ഭാഗത്ത് കുറച്ച് സ്ഥലത്ത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു ത്രെഡ് ഇവിടെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒന്നിങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ റോൾ ചെയ്യുന്ന സമയത്ത് നല്ല നീറ്റായിട്ട് വരുന്ന രീതിയിൽ റോൾ ചെയ്തെടുക്കുക. അപ്പോൾ ഫെവി ബോണ്ട് വെച്ചിട്ടും ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടൊക്കെ ത്രെഡ് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ കുറച്ചുകൂടി ഒരു നീറ്റായിട്ട് കിട്ടുന്നത് ഫെവിക്കോൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഒരു ഫെവി ബോണ്ട് ആകുമ്പോൾ കുറച്ചൊരു യെല്ലോ കളർ ഉണ്ടാവും. പിന്നെ ഗ്ലൂ ഗണ്ണാണെങ്കിൽ അതിൻ്റെ ഒരു ഗ്ലൂ ഉണ്ടാവില്ല ഡ്രൈ ആയി കഴിഞ്ഞാൽ. പക്ഷേ ഫെവിക്കോൾ ആകുമ്പോൾ അത് മനസ്സിലാവില്ല, നല്ല നീറ്റായിട്ട് തന്നെ സ്റ്റിക്കായിട്ട് കിട്ടും. പിന്നെ നമ്മൾ റോൾ ചെയ്യുമ്പോൾ ഇത് ഫുള്ളായിട്ട് റോൾ ചെയ്യുന്നില്ല. ആ ഒരു പിങ്കും വൈറ്റും ആ ഒരു ബോർഡറായിട്ട് വരുന്ന ഒരു ഭാഗം ഇങ്ങനെ മറയ്ക്കുന്ന രീതിയിൽ ഒരു 3-4 ലെയറായിട്ടൊന്നും ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ബാക്കി എക്സ്ട്രാ വരുന്ന ഒരു ത്രെഡൊക്കെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുക കേട്ടോ. നമ്മൾ ഈ ത്രെഡ് ഒട്ടിക്കുന്ന സമയത്ത് ഗ്യാപ്പ് ഇല്ലാതെ തന്നെ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. നല്ല നീറ്റായിട്ട് ആ ഒരു പിങ്കും വൈറ്റും ഇങ്ങനെ കാണാത്ത രീതിയിൽ കുറച്ച് ടൈറ്റായിട്ട് തന്നെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ത്രെഡിൻ്റെ ഒരു പീസും കൂടി എടുത്തിട്ട് ഇതുപോലെ ഒരു കുഞ്ഞ് ബോ പോലെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്.
അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 2 ലെയറായിട്ട് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഒരു ലെയറായിട്ടുള്ള ഒരു ബോ ആണ് ഉണ്ടാക്കുന്നത്. എന്നിട്ട് അതിൻ്റെ ആ ഒരു എക്സ്ട്രാ ഉള്ള ഒരു ഭാഗമൊക്കെ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ആ ഒരു കട്ട് ചെയ്തിട്ടുള്ള ടിപ്പ് ഉണ്ടല്ലോ, അപ്പോൾ അവിടുത്തെ ആ ഒരു 3 ലെയറായിട്ടുള്ളതൊന്നും ഇങ്ങനെ ചെറുതായിട്ടൊന്നും ഇങ്ങനെ അഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്നിങ്ങനെ ചെയ്തതന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ കുറച്ചുകൂടി ഒരു ഭംഗി കിട്ടാനായിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് ആ ഒരു ബോട്ടിലേക്ക് ഒന്നിങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഫെവിക്കോൾ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് മാത്രം ആ ഒരു നോട്ടിൻ്റെ അവിടെ ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ടൊന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ സ്റ്റിക്കായിട്ട് കിട്ടും. പിന്നെ ഇപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ നടുക്കായിട്ട് സ്റ്റോണൊക്കെ വേണമെങ്കിൽ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഞാൻ പക്ഷേ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ബ്ലാക്ക് കളറ് ആക്രിലിക് പെയിൻ്റ് ആണ്. പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഇതുപോലുള്ള ഒരു പെൻസിലാണ്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ബാക്ക് സൈഡ് നമ്മൾ ആ ഒരു ബ്ലാക്ക് കളർ പെയിൻറ്റിലൊന്ന് ഡിപ്പ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഈ ബോട്ടിലേക്ക് ഒന്നിങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം വെച്ച സമയത്ത് അത്രക്ക് റൗണ്ടായിട്ട് കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഒന്നും കൂടി തന്നെ പെയിൻറ്റിൽ ഡിപ്പ് ചെയ്തിട്ട് ഒന്നും കൂടെ ജസ്റ്റ് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു റൗണ്ടായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു വൈറ്റ് ഭാഗത്ത് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ഇടവിട്ടിട്ട് ഇങ്ങനെ ഡോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ആ ഒരു ഫുള്ളായിട്ട് ഇങ്ങനെ ഡോട്ട് ഇടുന്ന ആ ഒരു ഭാഗം ക്യാമറയിൽ ഓഫായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളെ ബോട്ടിൽ ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു വൈറ്റ് കളർ ഡോട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും വലിയ ഡോട്ട് വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മൾ പെൻസിലൊക്കെ യൂസ് ചെയ്തതിന് പകരം ഇതുപോലെ പെയിൻറ്റിങ്ങിൻ്റെ ബ്രഷ് ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു ബാക്ക് സൈഡ് വെച്ചിട്ട് ചെയ്താലും മതി. അപ്പോൾ നല്ല കുറച്ചും കൂടെ ചെറിയൊരു ഡോട്ടായിട്ട് കിട്ടും. അങ്ങനെ നമ്മളെ ബോട്ടിൽ ഇപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. നല്ലൊരു ഭംഗിയുണ്ട്. ആ ഒരു വൈറ്റിലേക്ക് ഇങ്ങനെ ബ്ലാക്ക് കളർ ഡോട്ട് വന്നിട്ട് പിന്നെ മേലെ നല്ലൊരു പിങ്കും പിന്നെ അതിൻ്റെ ആ ഒരു ഇടയ്ക്ക് നമ്മൾ ആ ഒരു ത്രെഡൊക്കെ ഒട്ടിച്ചു കൊടുത്തപ്പം അപ്പോൾ നല്ല ക്യൂട്ടായിട്ടുള്ള ബോട്ടിലാണ്. കുട്ടികൾക്ക് വരെ ചെയ്യാൻ പറ്റുന്നതാണ്. അത്ര ഈസി ആയിട്ടുള്ള ബോട്ടിലാണ്. നല്ലൊരു പിങ്ക് വൈറ്റ് ആയിട്ട് നമുക്ക് കണ്ണിന് നല്ലൊരു കുളിർമ കിട്ടുന്ന ഒരു ടൈപ്പ് ബോട്ടിലല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പിങ്കിനും പകരം വേറെ ഏതെങ്കിലും കളേഴ്സൊക്കെ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ചെയ്തെടുക്കാം. പല 2-3 ഒരുമിച്ചൊക്കെ ചെയ്തെടുത്താൽ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ ഇന്നത്തെ ഈസി ആയിട്ടുള്ള ഒരു ബോട്ടിലാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ളവർ ആരെങ്കിലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയൊക്കെ കാണുന്നവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക.